ഒന്നുകൂടെ ട്രൈ ചെയ്തോക്കാം. വാങ്ങണത് ഇപ്പൊ വെച്ച വാഴ ഉണ്ടല്ലേ ഇരിക്കണ്. സജിന് ടീച്ചർ വെച്ചൊരു വാഴ ഇരിക്കണ്. ഇവരെന്താണോ എങ്ങനെ ഞാൻ മേക്കപ്പ് ചെയ്ത് പോവാന്നുള്ളൊരു വിചാരില്ല ഞാന്. അത് സിങ്ക് ചെയ്തോളൂ. മേക്കപ്പ്. ഹായ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് എന്താ സൈബുമ്പോളെ, നമ്മളൊരു ഔട്ടിങ് ഇമ്മനെ സൈബനൊക്കെ ആയിട്ട് ഒരു ഔട്ടിങ്ങിന് പോവാണ് നമ്മള്. സൈബനായിട്ട് ഞാനൊരു 2 വയസ്സൊക്കെ ഉള്ളപ്പോൾ പോയതാ. ഗൾഫിൽ നിന്ന് വന്ന സമയത്തൊക്കെ ഒന്ന് പോയതാ. പിന്നെ ഇതുവരെ ബീച്ചിൽ പോയി. ബീച്ചിൽ ഞാൻ 2-3 പ്രാവശ്യം കോഴിക്കോട് ബീച്ച് കണ്ടിട്ടുള്ളൂ. അപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മളിങ്ങനെ പോണെന്ന് വിചാരിക്കേണ്ട ഒരു ഔട്ടിങ്. എന്റെ മുടിന്റെ കോലം എങ്ങനെ, മുടിയൊക്കെ കൂടി മറ്റേ കാട്ടാളമാരുണ്ടല്ലോ. മറ്റേ അറാട്ടിന്റെ പ്രോഡക്റ്റ് തന്നെ യൂസ് ചെയ്തിട്ടില്ല. അത് ഞാൻ എപ്പോഴും അതെങ്ങനെ അതാക്കാന്ന് എനിക്കറിയില്ല. തന്നാ മാത്രം പോരല്ലോ. ഞാൻ പറഞ്ഞു തന്നതാ, വന്നേ ഇനി ഞാൻ ചെയ്തു തരാം. ഇപ്പൊ വരട്ടാ. ഹൈ പെർഫോമൻസ് ഇന്ത്യൻ കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റിലാണ് അറാട്ട ബ്രാൻഡ് ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാവർക്കുള്ള പ്രശ്നമാണ് ഹെയർ തിന്നിങ്, ഹെയർ ഫോൾ, ഹെയർ ബാർഡ്നെസ്. ഇതിനെല്ലാം ഉള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. ഈ കോംബോയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഇവരുടെ തന്നെ ബെസ്റ്റ് സെല്ലിംഗ് പ്രോഡക്റ്റ് ആയിട്ടുള്ള സൂപ്പർ ഷാംപൂ ആൻഡ് ഇന്റൻസീവ് ഹെയർ ഗ്രോത്ത് സെറമാണ്. ഇതിന്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ തന്നെ ഡെർമ റോളർ ആൻഡ് സ്കാൽപ്പ് മസാജ് ഫ്രീ ആയിട്ട് കിട്ടും. ഇതിന്റെ വർത്ത് വരുന്നത് 1408 ആണ്. അതേപോലെ ഇതിന്റെ കൂടെ കിട്ടുന്നതാണ് ഡെർമ റോളർ. ഇത് വെച്ച് സ്കാൽപ്പ് നന്നായി മസാജ് ചെയ്യാം. ഇതിൽ 0.5 mm ടൈറ്റാനിയം മൈക്രോ ഡീഡൽസ് ഉള്ളതുകൊണ്ട് നല്ലപോലെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ ഓക്സിജൻ സപ്ലൈനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫോർ ബെറ്റർ റിസൾട്ട് ഈ ഡെർമ റോളർ ഒരു 2-3 ടൈംസ് വീക്ക്ലി യൂസ് ചെയ്യാം. ഇന്റൻസീവ് ഹെയർ ഷാംപൂ എവറി ഡേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇന്റൻസീവ് ഹെയർ ഗ്രോത്ത് സെറം ഇസ് ഫാന്റാസ്റ്റിക്. ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, ക്രൂവൽറ്റി ഫ്രീ ആണ്, വീഗൻ ആണ്, പ്ലാന്റ് പവേർഡ് ആണ് ആൻഡ് നോൺ ടോക്സിക് ആണ്. ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഹെയർ ഗ്രോത്ത്, അതായത് ബേബി ഹെയർസ് ഒരു 30 ഡേയ്സിൽ തന്നെ കാണാൻ കഴിയും. ആൻഡ് തിക്കർ ഡെൻസർ ഹെയർ വിത്തിൻ 90 ഡേയ്സിലും കാണാൻ കഴിയും. സൂപ്പർ ഷാംപൂവിൽ 6 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. ലൈക്ക് എൽ-ആർജിനിൻ, ഐസോഫ്ലേവനോയിഡ്സ്, ബയോട്ടിൻ ആൻഡ് എസെൻഷ്യൽ വൈറ്റമിൻസ്. അതുപോലെ തന്നെ ഇത് കളർ സേഫ് ആണ്, 100% വീഗൻ ആണ്. അതുകൊണ്ട് തന്നെ ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും വരില്ല. ഫസ്റ്റ് വാഷിൽ തന്നെ ഷൈനി, സ്മൂത്തി, തിക്ക് ഹെയർ നമുക്ക് കാണാൻ കഴിയും. ഇത് അപ്പോൾ ഈ ഗ്രോ സ്ട്രോങ് കോംബോ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡെർമ റോളർ സ്റ്റെറിലൈസ് ചെയ്തതിനു ശേഷം സ്കാൽപ്പിൽ ജെന്റലി റോൾ ചെയ്യുക. ദെൻ ഇന്റൻസീവ് ഹെയർ ഗ്രോത്ത് സെറം വെച്ചിട്ട് നന്നായിട്ട് സ്കാൽപ്പ് മസാജ് ചെയ്യുക. ഓവർനൈറ്റ് ഇത് ലീവ് ചെയ്തതിനു ശേഷം സൂപ്പർ ഷാംപൂ ഉപയോഗിച്ച് മോർണിംഗ് നന്നായിട്ട് ഇത് വാഷ് ചെയ്യുക. അപ്പോൾ ആരും ഈ ഒരു ഓഫർ മിസ് ഔട്ട് ചെയ്യരുത്. ഈ ഒരു ഗ്രോ സ്ട്രോങ് കോംബോ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഡെർമ റോളറും സ്കാൽപ്പ് മസാജറും ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് എന്റെ കൂപ്പൺ കോഡ് ആയിട്ടുള്ള റോഷൻ 250 യൂസ് ചെയ്താൽ ഒരു 250 ഓഫും കിട്ടുന്നതായിരിക്കും. അടിപൊളിയായോ? ഓക്കെ, എന്നാ പോവല്ലേ? വാ, ഞാൻ കുളിച്ചില്ല എന്നൊന്നും പറയരുത് കേട്ടമ്മ. ഞങ്ങളിങ്ങനെ ഇറങ്ങിയപ്പോ ഒരു ഡ്രൈവറും കൂടി കൂടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. റാഷ് ഡ്രൈവർ അല്ലേ? പിന്നെ മതി, വേറെ സാലറി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. സൂര്യന് കണ്ടില്ലേ, പകുതി ആയിട്ടുണ്ട്. താഴത്തേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്ക് കാണണം, അവിടെ എത്തണം. സൺസെറ്റ് ഒന്ന് നമ്മള് കാണൂല്ലേ? അറിയാ കാണൂലേ സീബ? സൺസെറ്റ് മറീന കാണാന്ന്. സൺസെറ്റ് മറിയോന്ന് ഇമ്മന്റെ സ്പെഷ്യൽ ചളികൾ എന്ന് പറഞ്ഞിട്ടൊരു എപ്പിസോഡ് നമുക്ക് ഉണ്ടാക്കേണ്ടി വരും അല്ലേ സിംഗിയ? അതായത് ഇഷ്ടം പോലെ ചളി അമ്മ. എന്നാ ഈ ഒരു ഹൈവേ ഒന്ന് സെറ്റ് ആവല്ലേ റാഷിയ? എന്നിട്ട് സുഖമായിട്ട് ഡ്രൈവർ പിന്നെ അധികം സംസാരമൊന്നും ഇല്ല. മൂപ്പര് തലാട്ടിലോ ആക്ഷൻസ് ഒന്നും എങ്ങനെ മറ്റൊന്ന് അങ്ങോട്ട് നോക്കുമ്പോ ഒന്നൂടെ മറ്റേ തെലുങ്കിനെ പോലെ മറ്റേ വെട്ടത്തിലുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോ. തനിക്കെന്താണ് വർത്താനം പറഞ്ഞൂടെ? വാഴ അതന്നെ. അതിനിപ്പോ എന്തിനാ പുറത്തുനിന്ന് ഒരു വാഴ വാങ്ങണത്? ഇപ്പൊ വെച്ച വാഴ ഉണ്ടല്ലേ ഇരിക്കണ്. അതെ പണ്ട്, പക്ഷെ എന്നാലും ഇത് കായ്ച്ചിരുന്നല്ലോ. അത് മുമ്പ് കായ്ച്ച തെങ്ങാണല്ലോ, എന്നിട്ടല്ലേ തല പോയത് ലമ്മ? വാഴ കൊല ഇത് കൊലക്കുന്നില്ലല്ലോ. വെട്ടിട്ട് വാഴന്റെ കൊല മുതൽ 4 വരെ ലാഭമാണ്. തെങ്ങിന്റെതോ? തെങ്ങിന്റെതാണ് ഏറ്റവും കൂടുതൽ വാല്യബിള്. എന്തേ? തെങ്ങിന്റെ വേര് ഉപയോഗിക്കാം, വേര് കൊണ്ട് പലതുണ്ടാക്കാം. ചിരട്ട ഉപയോഗിക്കാം, ചകിരി ഉപയോഗിക്കാം. യൂസ് ചെയ്യാൻ പറ്റും. എല്ലാ ഔഷധ ഗുണമുള്ളതാ തെങ്ങിന്റെ ഉള്ളിലത്തെ അല്ലേ? തെങ്ങിന് വെട്ടി ഇതാക്കിയിട്ടാൽ അതിനെ കരിമ്പ് വരത്തുന്ന വാഴയില ചോർന്ന് കഴിഞ്ഞു കളയൂലേ? എന്താണ്?
കാമ്പ്. എന്നാ നമുക്ക് എന്താ ചെയ്യാ അറിയോ? അപ്പൊ വാഴയും തെങ്ങും ഒരേ പോലെ തന്നെ പോരെ മതിലേ? ചിലത് നല്ലതായിരിക്കും, ചിലത് പൊട്ടായിരിക്കും. നിങ്ങൾ പൊട്ടായിരിക്കും ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. മച്ചാ അതാ മറ്റേ അമ്മ ആ സജിന ടീച്ചർ വെച്ചൊരു വാഴ ഇരിക്കണ്. സജിന ടീച്ചർ എങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അത് ഇത്തിൽ കണ്ണി ബാധിച്ച മാവ്. ഇത്തിൽ കണ്ട് വായിച്ച മാവ് അതാണ് നല്ലത്. ആ അതെ പോണ് സൈബ ഇതൊക്കെ സിംഗ ഇറങ്ങി പോണൊക്കെ. അതെ അതൊക്കെ ഞങ്ങളെ പണിയായുധങ്ങളാ രാജാവേ അല്ലേ? ആ അമ്മ അവനക്ക് എന്തോ പരിപാടി ഉണ്ട് കേട്ടോ ഇവിടെ. എന്തോ ഉണ്ട്, ഡെയിലി ഇവിടെ വരുന്നുണ്ട്. എന്തോ പരിപാടി ഉണ്ട്. ആ എന്താണ് ഓട്ടോ പൈലറ്റ് ഇട്ട വണ്ടി പോയിക്കോളും. ഓക്കെ ഞങ്ങളത് ടെസ്ലയാണ്. ടെസ്ല വാ മോളെ ഫ്രണ്ടിലേക്ക് വാ എന്റെ മുത്തേ. മുത്തേ വാ. ഓ ഈ അതിന്റെ ഇടയിൽ കൂടെ അല്ലേ? അങ്ങനല്ല, ഈ ഇനി നീ ക്യാമറാമാനോനാ, ഞാൻ ഇനി വണ്ടി ഡ്രൈവ് ചെയ്യുന്നു, നീ ക്യാമറാമാനോന്. ഉമ്മ നോക്കി ഓള് പറഞ്ഞേട്ടാ വരൂലേ? ആ ഇത് കൂടെ കൂടെ ഈ തല്ല് പിടിച്ചിട്ട് വർത്താനം പറഞ്ഞിട്ടോ അടി കൂടിയിട്ടൊക്കെ ഒരു ഇഷ്ടം വരാണ്ടല്ലേ? അതാണ്. അപ്പൊ ഇത് നിലനിൽക്കും. ഒരു ഇഷ്ടം വന്നു. അതെ ബായ്, ഞങ്ങള് പോട്ടെ. ബായ്. ഞാൻ ബോണറ്റിന്റെ മുകളിൽ കയറിയിരിക്കും. അല്ല അമ്മ ഓള് പറഞ്ഞ മാതിരി ചെയ്യും. തുറന്നു കൊടുക്കാം. ആ തുറന്ന്. അതൊന്നും പറ്റൂല. രസമുള്ള സ്കൈ. പക്ഷെ റാഷിന്റെ പണി കൊണ്ടാണ് ഈ റോട്ടിൽ വന്നിട്ട് കണ്ട ഫുള്ള് ബ്ലോക്ക്. ആ നമ്മളെ ഉടായിപ്പാക്കിട്ട് തക്കി. ബാഗ് എളുപ്പത്തിലെത്തും. സംഭവം ശരിയാണ്. ഇതിലെ നേരെ പോയ നേരെ മറ്റേ ഇവിടെ എത്തും. ഏത് നമ്മുടെ മറ്റേ സ്ഥലല്ലേ മാങ്കാവ് എത്തും. മാങ്കാവ് നേരെ പുഷ്പ കയറി നേരെ ബീച്ചിലേക്ക് എത്തും. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ റോട്ടില് ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. ഇതാ പിടിച്ചു പോകാൻ പറ്റുള്ളൂ. മറ്റേല ബൈപ്പാസിലാണെന്നുണ്ടെങ്കിൽ ആ വലിയ വലിയ റോട്ടിന് പട്ടയം വെച്ചിട്ട് പോയിട്ട് അതിലങ്ങോട്ട് കേറാം. ഓനോ നിങ്ങളെ വാഴമോൻ ചെയ്തതാണ് ഉമ്മ. നിങ്ങളെ വാഴമോൻ ചെയ്തതാണ്. അല്ല ഓന്റെ ഒരു ഉപകാരം നോക്കിട്ടുണ്ടാവോ? ഒന്നിനും പറ്റാത്ത ഡ്രസ്സേ ഇടുള്ളൂ. നിങ്ങൾക്ക് എന്തൊക്കെയാ വേണ്ടത്? ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള ഐശ്വര്യ മേടിച്ചു തരുമോ? കഥക്കെ വെച്ച് മേടിച്ചു തരുമോ? ഭക്ഷണം ഒന്നും വേണ്ട. എന്നാ വെള്ളം മതി അമ്മ. കൈറ്റ്സ് അതിന് അവിടെ നിന്ന് നോക്കണം. എന്നാല് ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കാം. കൈറ്റ്സോ? ഓക്കെ. അല്ല അങ്ങനെ പറഞ്ഞത് ഇഷ്ടാന്നാ പറഞ്ഞത്. ഓ നിങ്ങളാ പോത്തിന്. അല്ലോ ഇവര് രണ്ടാളും എങ്ങനെയാ ഞാൻ മേക്കപ്പ് ചെയ്ത് പോവാന്നുള്ളൊരു വേചാറിലാണ് ഞാന്. അത് സിങ്ക് ചെയ്തോളൂ. മേക്കപ്പ് ഞാൻ പറഞ്ഞില്ലമ്മ, സൂര്യൻ കടലിൽ തൊടുമ്പോത്തി നമ്മളെത്തും. ഇനി നമ്മൾക്ക് ബീച്ചിലേക്ക്. എന്താണ് അതന്നെ എന്റെ അമ്മക്ക് അറിയാം എന്നെ പറ്റിട്ട്. ഭയങ്കര വൈബ്. ഇപ്പൊ ഇവിടെ കണ്ട കൊറേ കഫേകൾ അല്ലേ? അടിപൊളി കഫേകള്. മാവേലി ഇതാ കണ്ട ആൾക്കാരുടെ. അതാ ഇവിടെ വണ്ടി നിർത്ത സ്ഥലം നമുക്ക് കയറി നോക്കിയത്. അതാ മോളെ അവിടെ ആൾക്കാരുണ്ട്. ആയോ പോണത്തിലത് ഓണെന്നാണപ്പോ ഉപ്പാണോ? എന്താണ് എന്തോ പാർട്ടിന്റെ എന്തോ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം ഇവിടെ ഒന്നുമില്ല മക്കളെ. നമുക്ക് അപ്പൊ നേരെ നമുക്ക് ഇവിടെ നിന്നിട്ടല്ലേ കാണാൻ. അപ്പൊ പിന്നെ സൺസെറ്റ് കാണാൻ കഴിയില്ല. സൺസെറ്റ് ഒക്കെ ഞാൻ കാണിച്ചത്. വർത്തിക്കണതാ പണ്ട് പാർട്ടം വാർത്തിക്കൽ. ഇപ്പൊ കാണാൻ പറ്റുമോ? പറ്റും. കാർമേഘം മൂടിയാല് കമ്പനി ഉത്തരവാദിയല്ല കേട്ടോ. കാർമേഘം മൂടിയാൽ നമ്മളെ ഉത്തരവാദിയല്ല. ഇക്കാക്ക ഓർമ്മ ഉണ്ടമ്മ. ഇക്കാക്ക റാഷിയാക്ക എനിക്ക് അഭിമാനമായി കൊണ്ടുവന്ന അല്ല. എന്നിട്ട് എന്താണ് അടിയില് മറ്റേ എന്തേലും ആങ്കർ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ തൂക്കിയിടും. എന്നിട്ട് രാത്രി ഇങ്ങനെ അതാരാ ഭൂതം ഇങ്ങനെ മറ്റേ ഭൂതം പോയേക്കും. നല്ല സ്ഥലത്തന്നെ കൊണ്ട് വണ്ടി നിർത്താനുള്ള സ്ഥലം വേണ്ടേ? നിങ്ങള് ബീച്ചിലൊന്നല്ല കൊണ്ടുപോണത്.
നിങ്ങളേതോ ലോക്കൽ സ്ഥലത്താ കൊണ്ടുപോകും. നിങ്ങളെ മീൻ മാർക്കറ്റിൽ കൊണ്ടുവന്ന് ഇറക്കാന്ന് വിചാരിച്ചിട്ടാ. അവിടെ ആകുമ്പോ ആൾക്കാർ വലിയ ആൾക്കാരുണ്ട്. പൂഴി കുറച്ച് ഇവിടുന്ന് പൂഴി ഇഷ്ടം പോലെ ഉണ്ടല്ലേ. ഞാൻ അടുത്ത പണിന്റെ ഇവിടുന്ന് കൊണ്ടുപോവാ. അതെ. ഏതൊക്കെ ഏതാ വേണ്ടേ? ഇക്കോ നെല്ലിക്ക 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 ഉമ്മക്കോ ഉമ്മക്കോ എനിക്ക് മാങ്ങ മാങ്ങ പൈനാപ്പിൾ പൈനാപ്പിൾ ഇതെന്താ വാങ്ങണേ? ഞാൻ തീരുമാനിക്കുന്നു. സൈബക്ക് എടാ ഇതൊക്കെ വലിയ മാങ്ങ. ഇതിന്റെ ടേസ്റ്റ് ഉണ്ടോ? നല്ല എരും നല്ല ഉപ്പുണ്ട്. ഉണ്ടാവും. താവണ ഉണ്ടാവും. അതിന്റെ അടുത്ത് പോവാ. അങ്ങോട്ട് പോവാ. അങ്ങോട്ട് പോവാ. ഉണ്ടല്ലോ അതിന്റെ അടുത്ത് പോവാ. അപ്പൊ ഇറങ്ങി പോകും നമ്മള്. ഇനി വെള്ളത്തിൽ അല്ലേ മുഴുവൻ പോയില്ലേ സൈബ? ഇനി വെള്ളത്തിൽ ഇറങ്ങി കളിക്കാലോ അല്ലേ സൈബ? രംഗച്ചേട്ടൻ കാണിക്കും പറഞ്ഞാൽ കാണിച്ചിരിക്കും അല്ലേ? പക്ഷെ ചില വാക്കുകൾക്ക് കാണിക്കൂലെന്നേ ഉള്ളൂ. ചില വാക്കൊന്നും പാലിക്കൂല. ഞാനത് കേൾക്കണം. അല്ല ഞാനത് കേൾക്കണം. അങ്ങനല്ല, കുറച്ചായിട്ട് മാറി വരികയാണ് അടി. അങ്ങനത്തെ അല്ലേ മാറ്റം വരികയാണ്. അതെ. അപ്പം നമ്മളെ വീട്ടിലേക്ക് എന്തോ നല്ല സ്വഭാവം സിംഗി പഠിപ്പിച്ചു കൊടുത്തു. ഈ പഠിപ്പിച്ചെടുത്ത നല്ല സ്വഭാവമാണ്. കണ്ടാ നിനക്ക് ക്രെഡിറ്റ്. നമുക്കില്ലേ ഒരു ട്രൈ ചെയ്തോക്കാം. എന്താ ട്രൈ? ഞാൻ സൈബാന്ന് എഴുതു. അത് കടലമ്മ ഒന്ന് വായിക്കാൻ നോക്കാം. ആ ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടല്ലേ പട്ടികളെ കണ്ടിട്ടോ. ഇതാ ഈ പട്ടികളെ ഭയങ്കര പേടിയുള്ള ഒരാളാണ് ഈ നിൽക്കുന്നത്. ഞണ്ട് വെള്ളമുണ്ട്. അതാ സിങ്കി ഓടി അങ്ങോട്ട്. ഇവളെന്തെങ്കിലും ഞണ്ടിനെ പേടിച്ചു പോവാല്ലേ? പിന്നെ അത് കുഴപ്പമില്ല. കടിക്കൂല. അങ്ങോട്ട് പോവാ. കടിക്കൂല. അങ്ങോട്ട് പോവാ. ഇല്ല ഒന്നും ആവൂല. ഇത്രയും വലിയൊരു പേടിത്തൊണ്ടി. ആ സൈബ എഴുതി. ആ സൈബന്നെ കടലമ്മ വായിക്കോ നോക്കുകയാണ് ഞങ്ങള്. ഇപ്പൊ വരുന്നുണ്ട്. വരുന്നേ എത്തണില്ലല്ലോ സൈബ. എത്തണില്ലല്ലോ. സൈബ എന്നാ കുറച്ച് അപ്പുറത്ത് കൂടെ എഴുതി നോക്ക്. എന്താണ് അവിടെ ആ കുറച്ചപ്പുറത്ത്. ഇപ്പൊ വെള്ളത്തിലാവട്ടെ. വെള്ളത്തിലാവുക. മായ്ക്കായിരുന്നു. ഇപ്പൊ മായ്ക്കണില്ലല്ലേ? അതെന്താ അറിയാം, നമ്മളെ കൂടെ വന്ന അങ്ങനെ ഇങ്ങനെയൊന്നും മായ്ക്കൂല അല്ലേ? നമ്മളെ കൂടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയാ അല്ലേ മുത്തേ? രണ്ടും പറയണം. അതാ വായിച്ച് സൈവ വായിച്ച് ജസ്റ്റ് മിസ്. ആ ഇത് നല്ല പരിപാടിയാ. മായ്ക്കുന്ന സ്ഥലത്ത് പോയി എഴുതി വെക്കുക. എന്താല്ലേ ആകാശം നോക്കടി സിംഗിയെ. ഇത് രസമല്ലേ അതൊക്കെ? വാവ്. എങ്ങനുണ്ട്? എങ്ങനുണ്ട്? അതാ വായിച്ച് എന്താ ഇവിടേക്ക് വന്നിട്ട് കുറച്ചായില്ലേ? 2 വയസ്സുള്ളപ്പോ 5 കൊല്ലം മുമ്പൊക്കെ വന്ന എന്താണ് 5-6 കൊല്ലം മുമ്പൊക്കെ ഫുള്ള് വായിച്ച്. നനയാൻ പറ്റൂല കേട്ടോ. സിങ്കിയും ചെമ്മച്ചേ എന്നും കുളിക്കൂലല്ലോ അല്ലേ? നിനക്ക് വെള്ളം അലർജി അല്ലേ? ആഴ്ചയിൽ ഒരു ദിവസം അല്ലേ പറ്റുള്ളൂ? അതാ അതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. കുളിച്ചാ പോലെ. അത് സോപ്പ് ജാതികതാക്കുമല്ലോ. ബാക്കിയുള്ള ബോഡി വാഷ് ഫേസ് വാഷ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തേച്ചിട്ട് ഞാൻ കുളിക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾ എല്ലാരും ഇതാ എത്തിയിരിക്കുകയാണ്. ബാക്ക് ടു അല്ലേ? ഇങ്ങനത്തെ സേവൊക്കെ വേണ്ടേ? ഐസ്ക്രീം. സിങ്കിക്കോ? ഐസ്ക്രീം. ഉമ്മക്കോ? സന്തോഷായി. നോക്കട്ടെ നിങ്ങളെ മുഖം നോക്കട്ടെ.
കൊറേ കളിച്ചിട്ടോ. ഇമ്മ അത് കുറച്ചൊരു അല്ലേ അമ്മ ഇപ്പം കൂടി ഉണ്ട് റാത്ത് റാത്തായിരുന്നു. പക്ഷെ ഒരു 3-4 കൊല്ലത്തിന് ശേഷം അല്ലേ, 6 കൊല്ലത്തിന് ശേഷം 6 കൊല്ലത്തിന് ശേഷമാണ് ഇമ്മ ഇപ്പൊ ബീച്ചിലേക്ക് വരുന്നത്. ഞാനും ഇപ്പം കൂടി 7 6 കൊല്ലത്തിന് ശേഷം. അപ്പൊ അതന്നെ ഞമ്മളും കൊണ്ടുവരും. സെയിമായിരുന്നു രസം. മറ്റേ ഓർമ്മ ഉണ്ടാ മറ്റൊരു ഇതിന്റെ ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോയിട്ട് അന്ന് എന്നാ ചേർത്തില് അതെ ചിത്തന് പോയി എന്ന് പറഞ്ഞ ആ പ്രായത്തില് അതന്നെ ചിത്തന് തോയിന്റെ ഫസ്റ്റ് ആയിട്ട് ഒറ്റക്ക് വരെ കൊണ്ടുവന്നത് ആ സമയത്താണ് ഔട്ടിങ്ങിനൊക്കെ കൊണ്ടുവന്നിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാല് അടുത്ത ഐസ്ക്രീം അല്ലേ? അടിപൊളി. അതെ അതുകൊണ്ട് 3 കാക്ക പറയട്ടെ, ഞാൻ പറയട്ടെ. ജംസ് കാക്ക ഇനി 100 കുത്ത സിംഗി കൊടുക്കും. നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് പറഞ്ഞില്ലേ 100 കുത്താ? സിംഗിക്ക് കാക്ക കൊടുക്ക്. ഐസ്ക്രീമും കൂടി ആയിട്ട് നമ്മുടെ അല്ലേ ഇന്നത്തെ ബീച്ച് പോക്കൊക്കെ കഴിഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ മേടിച്ചതാണ് സൂപ്പ്. അതുപോലെ തന്നെ എവിടെ ആട്ടിൻ സൂപ്പ്. അതേപോലെ തന്നെ പൊറാട്ടയും നമ്മുടെ ചാമ്പ്യൻസിലെ അല്ലെ കുറ്റിച്ചെറയിലെ ചാമ്പ്യൻസിലെ പൊറാട്ടയും ബീഫ് ചില്ലിയും. ഇന്ന് മൊത്തം ഒരു പൊളി തന്നെ അല്ലേ സീബ? ഓക്കെ, ഇറങ്ങി. ഇപ്പൊ ഏതായാലും വീടിന്റെ പണിന്റെ അവിടെ ഒക്കെ പോയിട്ട് ഭയങ്കരമായിട്ട് ഹെൽത്ത് ഇതായത്. അപ്പൊ നമുക്ക് നല്ല സൂപ്പ് ആട്ടിൻ സൂപ്പ് കൊടുക്കും. ഇപ്പൊ ഇതാ നിങ്ങള് അവിടെ നമ്മളെ വീടിന്റെ പണിയൊക്കെ ആയിട്ട് നല്ല ശരീരമൊക്കെ തളർന്നിരിക്കല്ലേ, മുട്ടുവേദന, കാലുവേദന. ഇതെന്താ അറിയോ? പിടിച്ചോക്കിട്ട് എന്താ തോന്നുന്നു നിങ്ങൾക്ക്? എന്തായിരിക്കും പിടിച്ചോക്കിട്ട് ഗസ് കാര്യല്ല, ഹെൽത്തിന് നല്ലതാണ്. അപ്പൊ എന്തായിരിക്കും? സൂപ്പാ. നല്ല ആട്ടിൻ സൂപ്പ്. അത് പിന്നെ ഹെൽത്തിന് നല്ലതാന്ന് പറഞ്ഞാൽ മനസ്സിലാവൂലേ? അപ്പൊ എന്തായാലും നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഇതൊക്കെ കഴിക്കുന്ന ഇത് ചാമ്പ്യൻസ് നല്ല പൊറാട്ടയും അവിടെ ഇരുന്ന് നമുക്ക് കഴിക്കാൻ പറ്റില്ലോ. പിന്നെ നിങ്ങളും കൂടി വേണല്ലോ പൊറാട്ടി നല്ല ബീഫ് ചില്ലിയും. അപ്പൊ സൈബ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് തീർച്ചയായിട്ടും ഹാപ്പി അല്ലേ? ഉമ്മ ഹാപ്പി അല്ലേ? സിംഗി ഹാപ്പി അല്ലേ? ഞാനും ഹാപ്പിയാണ്. അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാതിരിക്കും. ബൈ ബൈ.